നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ചെങ്കടലിൽ അമേരിക്കൻ കപ്പൽ വീണ്ടും ആക്രമിച്ച് ഹൂതികൾ. ആക്രമണം കടുത്തതോടെ മേഖല കൂടുതൽ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂതികൾക്ക് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയിലെ കനേറ്റിക്കറ്റ് ആസ്ഥാനമായ കമ്പനിക്ക് ചുവടെയുള്ള ഈഗിൾ ജബ്രാൾട്ടർ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഗാസ ആക്രമണത്തിൽ ഇസ്രായേലിന് പിന്തുണയേകി ചെങ്കടലിൽ റോന്തു ചുറ്റുന്ന പടക്കപ്പൽ USS ലബോണിന് നേരെയും ഞായറാഴ്ച വൈകിട്ട് ഹൂതികൾ മിസൈൽ തൊടുത്തിരുന്നു. എന്നാൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ മിസൈൽ തകർത്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതും ഇസ്രായേൽ ലക്ഷ്യമിട്ട് നീങ്ങുന്നതുമായ കപ്പലുകൾക്ക് നേരെ ഇനിയും ആക്രമണം ഉറപ്പാണെന്ന ഹൂതികൾ താക്കീത് ചെയ്തു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ ഹൂതി സൈനിക കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ആഴ്ച വ്യോമാക്രമണം നടത്തിയിരുന്നു. യുദ്ധവ്യാപനം തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ അമേരിക്ക കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അറിയിച്ചു. കടുത്ത ആക്രമണമാണ് ഇപ്പോൾ ഹൂതികളും അമേരിക്കയും തമ്മിൽ നടക്കുന്നത്. ഹമാസിന് നേർക്കുള്ള ആക്രമണം നിർത്താതെ കപ്പലുകൾ ആക്രമിക്കുന്നത് നിർത്തില്ല എന്നാണ് ഹൂതികൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ദിനംപ്രതി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതേസമയം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ 36ാം ഡിവിഷൻ പിൻവാങ്ങുമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒരു വിഭാഗം സൈനികരെ വെസ്റ്റ് ബാങ്കിൽ സുരക്ഷയ്ക്കായി വിന്യസിക്കുമെന്നും സൈന്യം വ്യക്തമാക്കി. ആര് പറഞ്ഞാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടുമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ ഗാസയിൽ യുദ്ധം രൂക്ഷമാവുകയാണ്. 24 മണിക്കൂറിനിടെ 132 പേർ കൂടി മരിച്ചതോടെ ഗാസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 24,100 ആയിരിക്കുകയാണ്. 60,834 പേർക്കാണ് പരിക്കേറ്റത്. ഒരു വശത്ത് ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ പഠിച്ച പടി 18 പയറ്റി ആക്രമിക്കുന്നു. മറുവശത്ത് യുദ്ധം മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നു. എന്തായാലും യുദ്ധം അവസാനിക്കാതെ ഈ ആക്രമണങ്ങൾ ഇല്ലാതാകില്ല. അതിനായി ഇസ്രായേൽ തയ്യാറുമല്ല. ഇത്തരത്തിലാണ് പോക്കെങ്കിൽ ഇനിയും ആക്രമണം തുടരാനും യുദ്ധം കൂടുതൽ വ്യാപിക്കാനും സാധ്യത ഏറെയാണ്.